ഹായ് ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പുൽക്കൂട് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു പൈസ മുടക്കുമില്ലാതെ എങ്ങനെ ഒരു പുൽക്കൂട് ഉണ്ടാക്കാം എന്നതുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതിനായിട്ട് വീട്ടിലുള്ള ഒരു പഴയ കാർഡ്ബോർഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തുള്ള 4 വശവും കട്ട് ചെയ്ത് നീക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഫ്രണ്ട് സൈഡും കൂടെ നമ്മൾ കട്ട് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പിന്നീട് കാർഡ്ബോർഡിൻ്റെ 2 പീസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് പുൽക്കൂടിൻ്റെ മേൽക്കൂരയ്ക്ക് വേണ്ടിയിട്ട്. അതൊന്ന് വെച്ച് നോക്കി. അപ്പോൾ ഏകദേശം പുൽക്കൂടിൻ്റെ അതേ ഷേപ്പിലൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പുൽക്കൂടിന് 2 ജനലുകൾ വേണം. ഒരു വശത്തെ ജനൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ കട്ട് ചെയ്ത പീസ് തന്നെ നമ്മൾ വെച്ചിട്ട് മറുഭാഗത്ത് വെച്ച് വരച്ച് ആ ഭാഗത്തു കൂടി ജനൽ കൂടി കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ മറുഭാഗത്തുള്ള ആ ജനൽ കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ അകത്തായിട്ട് കുറച്ച് ഓപ്പണായിട്ട് കിടപ്പുണ്ടായിരുന്നു. അത് നമ്മൾ പശ വെച്ചിട്ട് നല്ലതായിട്ട് അങ്ങ് ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിലൊരു കട്ടിയുള്ള കാർഡ്ബോർഡ് വെച്ച് അതങ്ങ് ഒട്ടിച്ചു. പിന്നെ നമ്മുടെ പുൽക്കൂടിനാണെങ്കിൽ നമ്മൾ 2 ജനലുകൾ വെട്ടിയെടുത്തിരുന്നല്ലോ. അപ്പോൾ അതങ്ങനെ കാണാൻ ഒരു ഭംഗിയില്ലല്ലോ. അതുകൊണ്ട് നമ്മളാണെങ്കിൽ ഒരു പേപ്പർ എടുത്ത് ഇങ്ങനെ ചുരുട്ടി, അതിപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. പേപ്പർ ചുരുട്ടിയെടുക്കുന്നത്, അത് ചുരുട്ടിയെടുത്തിട്ട് അതിൻ്റെ ഈ ജനലിൻ്റെ 4 വശത്ത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് 2 ജനലിലും നമ്മൾ ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ കാണാനാണെങ്കിൽ ഒരു നല്ല ഭംഗിക്കൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യാൻ, നല്ല വൃത്തിക്കൊക്കെ ഇരിക്കും. ഇപ്പോൾ ഒന്ന് നോക്കിയേ, നല്ല ഭംഗിയിലിരിക്കുന്നില്ലേ? അതുപോലെ ആ പേപ്പർ ചുരുട്ടിയെടുത്ത പോലെ നമ്മൾ കുറേ പേപ്പറുകളിങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചുരുട്ടി വെച്ച പേപ്പറെല്ലാം നമ്മൾ ഈ ജനലിൻ്റെ കറക്റ്റ് അളവിനെടുത്തിട്ട് കമ്പികളായിട്ടിരിക്കുന്നത് പോലെ തോന്നിക്കാനായിട്ട്, ജനൽ കമ്പികൾ പോലെ തോന്നിക്കാനായിട്ട് നമ്മളിങ്ങനെ അതിനെ കറക്റ്റ് രീതിയിൽ വെട്ടിയെടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ 2 ജനലിനും നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുൽക്കൂടിനാണെങ്കിൽ കുറച്ചുകൂടി ഒരു ലുക്ക് തോന്നിക്കാനായിട്ട് അതേ കാർഡ്ബോർഡ് പീസ് തന്നെ വെട്ടി നമ്മൾ ചെറിയ ചെറിയ ചതുരക്കട്ടകൾ പോലെ ഇങ്ങനെ വെട്ടിയിടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് നമ്മളാണെങ്കിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇല്ലേ, കട്ടകളിങ്ങനെ അടുക്കി എങ്ങനെയാണോ വെച്ചിരിക്കുന്നത് നമ്മൾ അതേപോലെ ഇങ്ങനെ പശ വെച്ച് ഇങ്ങനെ ഫുള്ളായിട്ടിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. താഴെ പുൽക്കൂടിൻ്റെ താഴ്വശം വരുന്നത് ഒഴിച്ചിട്ട് ബാക്കി 3 സൈഡിലും 3 ഭിത്തികളിൽ പോലെ വരുന്ന ആ സൈഡിൽ 3 ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നു. നോക്കി, ഇതേപോലെ ഇരിക്കും കാണാനായിട്ടെല്ലാം നമ്മൾ കട്ട കെട്ടി വെച്ചിരിക്കുന്നത് പോലെ തന്നെ. പിന്നെ നമ്മളാണെങ്കിൽ കുറച്ച് വെള്ളത്തിനകത്ത് ഫെവിക്കോൾ മിക്സ് ചെയ്തിട്ട് ഫുള്ള് ഇങ്ങനെ തേക്കാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ടിഷ്യൂ പേപ്പർ ഇങ്ങനെ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പശ തേച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഫുള്ള് നമ്മളങ്ങനെ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അതിന് വേലി ഉണ്ടാക്കാനായിട്ട് അതേ കാർഡ്ബോർഡ് പീസ് തന്നെ നമ്മൾ ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ ആ ചുരുട്ടി വെച്ച പേപ്പർ ചുരുട്ടിയ ആ ചുരുളകളില്ലേ, അതിങ്ങനെ നമ്മൾ ആ വേലി പോലെ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. മുൻവശത്ത് വെക്കാനുള്ള 2 വേലികളാണ് ഇങ്ങനെ സെറ്റാക്കി വെക്കുകയാണ് ഉണങ്ങാനായിട്ട്. അതാണ് ഈ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ പുൽക്കൂടിൽ നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടില്ലായിരുന്നു, അത് ഉണങ്ങാനായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അത് നമ്മളിപ്പം എടുത്തിട്ടുണ്ട്. അതെടുത്തിട്ട് നമ്മൾ കട്ടയുടെയൊക്കെ കളർ വരുന്ന രീതിയിലുള്ള കളറ് ഇങ്ങനെ നമ്മൾ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് 3 വശത്ത് നമ്മൾ ഫുള്ളായിട്ട് തന്നെ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അകത്തെല്ലാം അടിച്ചു കഴിഞ്ഞിട്ട് പുറമേ കാണുന്ന വശങ്ങളിലെല്ലാം പിന്നെ ജനലുകളിലെല്ലാം തന്നെ നമ്മൾ ആ പെയിൻറ്റ് തന്നെയാണ് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുന്നത്. ഈ പെയിൻ്റൊക്കെ അടിച്ച് വരുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പുൽക്കൂടിന് വേണ്ടി ഉണ്ടാക്കി വെച്ച വേലികളുണ്ടല്ലോ, അതെല്ലാം കൊണ്ട് നമുക്ക് ഉണങ്ങി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ സെയിം പെയിൻറ്റ് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ച വേലികളിലും നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പം ആ 2 വേലി കൂടാതെ ഞാൻ വേറെ 2 വേലിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണെങ്കിൽ അകത്ത് വെക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വേലികളെല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമ്മൾ പശ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്.
വലിയ 2 വേലികൾ അകത്തായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ പുറമെ 2 ചെറിയ വേലികളും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടിച്ചു വെച്ച വേലികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീണ് പോകുന്നുണ്ട്. എന്നാലും കുറച്ച് നേരം പിടിച്ചുകൊണ്ടിരുന്നാൽ മതി, അതിരുന്നോളും, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പം ഇതാണ് നമ്മുടെ വേലിയൊക്കെ വെച്ചതിന് ശേഷമുള്ള നമ്മുടെ ഇതിൻ്റെ ലുക്ക്. അടുത്തായിട്ട് പുൽക്കൂടിന് ഇനി മേൽക്കൂരയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നേരത്തെ 2 കാർഡ്ബോർഡ് പീസ് നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലായിരുന്നോ, അപ്പോൾ ആ പീസ് നമ്മൾ നടുക്കൂടി ഇങ്ങനെ ടേപ്പ് വെച്ച് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് വേറൊരു കാർഡ്ബോർഡ് പീസ് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് 3 പീസുകൾ തമ്മിൽ ഒട്ടിച്ചിട്ട് ഞാൻ ഇതുപോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ അത് ഇങ്ങനെ ഒട്ടിച്ചതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുല്ലിങ്ങനെ ഞാൻ ഒന്ന് ഇങ്ങനെ കെട്ടി വെക്കാമെന്നാണ് കരുതിയത്. പക്ഷേ അതങ്ങനെ നേരെ ഇരിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കട്ട് ചെയ്തിടുമ്പോൾ ഇതിങ്ങനെ ഒഴുകി പോകത്തില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചത്. നമ്മൾ പശ തേച്ച് നമ്മുടെ പുൽക്കൂടിൻ്റെ മേൽക്കൂര ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ പുൽക്കൂടിൻ്റെ മുകൾ ഭാഗത്തുകൂടി നമ്മൾ നേരത്തെ താഴെയൊക്കെ അടിച്ച ആ പെയിൻറ്റ് തന്നെയാണ് നമ്മൾ ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു തടിയുടെ ലുക്കൊക്കെ കാണും, മേടിച്ച തടി കൊണ്ടുണ്ടാക്കിയ പോലെ അങ്ങനെ ഒരു ഇത് തോന്നും. അപ്പോൾ ആ പെയിൻറ്റ് തന്നെയാണ് നമ്മൾ അവിടെ അടിച്ചു കൊടുക്കുന്നത്. അപ്പം മേൽക്കൂര ഫുള്ളായിട്ട് നമ്മൾ ആ പെയിൻറ്റ് തന്നെ അങ്ങോട്ട് അടിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇപ്പം ഇത് അടിച്ച് തീർന്നതിന് ശേഷം ഒന്ന് നോക്കുക. അപ്പം നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാനായിട്ട്. നോക്കി, നല്ല മേടിച്ച പുൽക്കൂട് മാതിരി ഇല്ലേ കാണാനായിട്ട്. പിന്നീട് നമ്മൾ ഈ പുൽക്കൂടിനകത്തേക്ക് കുറച്ച് കച്ചി വെട്ടി കണ്ടിച്ചിട്ട് അത് നമ്മൾ നേരത്തെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിനകത്ത് വെക്കാനുള്ള ദൈവങ്ങളെയാണെങ്കിൽ എനിക്ക് ബിംബങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പഴയ ഒരു ക്രിസ്മസ് കാർഡിൽ നിന്ന് അത് വെട്ടിയിട്ട് നമ്മളിങ്ങനെ ഇതേപോലെ ഒരു ഈർക്കലൊക്കെ വെച്ചിട്ട് ഒരു പേപ്പറിൻ്റെ മണ്ടയിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ആ ഈർക്കലിൻ്റെ തുഞ്ചത്തോട്ട് ഇച്ചിരി പശയൊക്കെ തേച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചു വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇതേപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പുൽക്കൂടിൻ്റെ ലുക്ക്. ഇതാണ്. അപ്പോൾ പുൽക്കൂടിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ വിരിച്ചിരിക്കുന്നത് പുല്ലിൻ്റെ കൂട്ടുള്ള മാറ്റ് കിട്ടുമല്ലോ, ആ മാറ്റാണ് നമ്മൾ വിരിച്ചിരിക്കുന്നത്. ഉരുളൻ കല്ലുകളാണെങ്കിൽ നമ്മൾ മുറ്റത്തുനിന്ന് പറക്കിയതാണ്. പിന്നെ കിണറാണെങ്കിൽ ആ ഉരുളൻ കല്ലുകൾ തന്നെ നമ്മൾ ഒട്ടിച്ചെടുത്ത് പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി എടുത്തതാണ്. അതിനകത്ത് പേപ്പറൊക്കെ ഇട്ട് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മണ്ടയിൽ പേപ്പറിൽ കളർ അടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും ബൈ ബൈ.